ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെ വീഡിയോ കണ്ടു നോക്കാം. കേക്കിലൊക്കെ ഈ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു വാഞ്ചോ കേക്കിൽ ഞാൻ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കാണാൻ നല്ല ലുക്കാണ് ഈ രീതിയിൽ ചെയ്തെടുക്കും. വേറെ ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. ഒട്ടും വെള്ളം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് അല്ല കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്, മെല്ലോ ബ്രാൻഡിൻ്റെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കത്തിയിലൊന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് അപ്പോൾ ഓവനിൽ ഒരു 30 സെക്കൻഡ് വെച്ചിട്ട് മെൽറ്റാക്കി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യാം. ഡബിൾ ബോയിൽ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ അടിയിലെ പാത്രത്തിലെ വെള്ളം ഈ മുകളിലെ പാത്രത്തിലേക്ക് ഈ ഒരു ബോളിലേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ചെയ്യുക ചെയ്യാം. അപ്പോൾ 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്താലും മതി. അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒരു മോൾഡ് കിട്ടും നമുക്ക്. അപ്പോൾ അതിലാണ് ഞാനത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നമുക്ക് ബേക്കേഴ്സിൻ്റെ ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മോൾഡ് പല ടൈപ്പിലുണ്ട്, പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്താൻ പറ്റുന്ന പല ടൈപ്പിലുള്ള മോൾഡുകൾ അവൈലബിൾ ആണ്. ഇതൊരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഓവറായിട്ട് ചൂടൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ചോക്ലേറ്റ് പ്ലാസ്റ്റിക് ഒഴിക്കുമ്പോൾ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ ഇത് ഓവറായിട്ടുള്ള ചൂട് ഉണ്ടാവില്ലല്ലോ, നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യല്ലേ, അപ്പോൾ ഓവറായിട്ടുള്ള ചൂടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കട്ടിയാവുന്നതിന് മുന്നേ തന്നെ ഈ ഓരോ മോൾഡിൻ്റെ ഓരോ ഷേപ്പിലേക്ക് ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്കിത് സെറ്റായിട്ട് കിട്ടും. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ വെച്ചിട്ട് ഫ്രീസറിൽ അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. നമുക്ക് എപ്പോഴും ഇത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാകുമ്പോൾ ഇങ്ങനെ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് സൂക്ഷിച്ചാൽ മതി. നമുക്ക് ഏതെങ്കിലും കേക്കിലൊക്കെ കൊണ്ടുപോയി ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഇതുപോലെ പല മോൾഡും അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലത്തെ. അപ്പോൾ നിങ്ങൾ കടയിലൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ പല രീതിയിലുള്ള മോൾഡൊക്കെ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഷേപ്പിലും ഒരു 4 ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കന്നെ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനും പറ്റും. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളിൽ ചിലർക്കെങ്കിലും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച വാഞ്ചോ കേക്കില്ലേ, മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ആ വാഞ്ചോ കേക്കിൻ്റെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടെ, വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർക്ക്. അപ്പോൾ അതിൽ ഞാനിത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു കേക്കിൽ ഈ ഒരു ഷേപ്പിലുള്ള ഡെക്കറേഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ വാഞ്ചോ കേക്ക് ഡിസൈൻ ചെയ്തതിന് ശേഷം ഇത് 2 ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്